പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കൂളംസ് ലോനെ കുറിച്ചാണ്. ചാർജുകൾ രണ്ട് തരത്തിലുണ്ട്, പോസിറ്റീവും നെഗറ്റീവും. ഈ രണ്ട് ചാർജുകൾ അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് തമ്മിൽ അട്രാക്റ്റീവ് ഫോഴ്സോ റിപ്പൾസീവ് ഫോഴ്സോ ഒക്കെ ഉണ്ടാകും. ഇപ്പോൾ ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും നമ്മൾ അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ അട്രാക്റ്റീവ് ഫോഴ്സും ഒരു പോസിറ്റീവും നമ്മൾ അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ റിപ്പൾസീവ് ഫോഴ്സുമാണ് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഒരു നെഗറ്റീവ് ചാർജും അടുപ്പിച്ച് വെച്ചാൽ ഒരു റിപ്പൾസീവ് ഫോഴ്സാണ് അനുഭവപ്പെടുന്നത്. അപ്പം ഇങ്ങനെ നമുക്ക് പറയാൻ പറ്റും, ലൈക്ക് ചാർജസ് റിപ്പൽ ചെയ്യും, അൺലൈക്ക് ചാർജസ് അട്രാക്റ്റ് ചെയ്യും. പക്ഷേ ഈ ഫോഴ്സിൻ്റെ അളവ് എത്രയാണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പം അതിന് നമ്മളെ സഹായിക്കുന്ന ഒരു മാർഗമാണ് കൂളംസ് ലോ. അപ്പോൾ കൂളംസ് ലോ പറയുന്നത് ഫോഴ്സ് ബിറ്റ്വീൻ ടു ചാർജസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രോഡക്റ്റ് ഓഫ് ദ ചാർജസ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. അതായത് രണ്ട് ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചാർജിൻ്റെ പ്രോഡക്റ്റിനോട് ഡയറക്ട്ലി പ്രൊപ്പോർഷണലും അതിൽ തമ്മിലുള്ള ദൂരത്തിൻ്റെ സ്ക്വയറിനോട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലും ആയിരിക്കും. ഇപ്പോൾ ഒരു ചാർജ് എടുക്കുകയാണ് നമ്മൾ Q1, വേറൊരു ചാർജ് എടുക്കുകയാണ് നമ്മൾ Q2. ഇത് തമ്മിലുള്ള ദൂരം R ആണെന്ന് അസ്യൂം ചെയ്യാം. അപ്പം കൂളംസ് ലോ പ്രകാരം F ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു Q1 × Q2. അതുപോലെ തന്നെ F ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു R². അപ്പോൾ നമുക്ക് F ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു R² പകരം F പ്രൊപ്പോർഷണൽ ടു 1/R² എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ ഈ രണ്ട് എക്സ്പ്രഷൻസിനെയും നമ്മൾ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു എക്സ്പ്രഷൻ കിട്ടും. അതാണ് F ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു Q1 × Q2 ഡിവൈഡഡ് ബൈ R². കൂളംസ് ലോ മുഴുവൻ ഉൾക്കൊള്ളുന്നൊരു എക്സ്പ്രഷനാണിത്. അപ്പോൾ ഇതിലെ ഈ എക്സ്പ്രഷനെ നമ്മളൊരു ഇക്വേഷൻ ആക്കണമെങ്കിൽ, അതായത് F ഈക്വൽ ടു എന്നാക്കാൻ വേണ്ടി നമ്മളൊരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റിനെ കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ നമുക്ക് F = K × Q1 × Q2 ഡിവൈഡഡ് ബൈ R² എന്ന് നമുക്ക് കിട്ടും. ഈ K എന്ന് പറഞ്ഞാൽ 1/4πε ആണ്. ഇവിടെ എപ്സിലോൺ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്. ആ കോൺസ്റ്റൻറ്റിനെ നമ്മൾ വിളിക്കുന്നത് പെർമിറ്റിവിറ്റി എന്നാണ്. പെർമിറ്റിവിറ്റി പല മെറ്റീരിയൽസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമ്മുടെ ഈ ഇക്വേഷനെ നമുക്ക് ഒരുമിച്ചിട്ട് 1/4πε × Q1 Q2 R² എന്ന് നമുക്ക് എടുത്തെഴുതാം. ഇവിടുത്തെ പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത് ഓരോ മെറ്റീരിയലിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഇപ്പം വാക്യൂത്തിൻ്റെ കേസിലാണെങ്കിൽ 8.85 × 10⁻12 കൂളം², N/−1 m/−1 എന്ന് കിട്ടും. അതുപോലെ പേപ്പറിന് വേറൊരു വാല്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. കോൺക്രീറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിന് വേറൊരു വാല്യൂ ആണ് പെർമിറ്റിവിറ്റിക്ക്. ഫ്രീ സ്പേസിൻ്റെ പെർമിറ്റിവിറ്റിക്ക്, അതിൽ വാക്യൂത്തിൻ്റെ പെർമിറ്റിവിറ്റിയെ നമ്മളൊരു സ്പെഷ്യൽ സിമ്പിൾ വെച്ച് ഡിനോട്ട് ചെയ്യാറുണ്ട്. അതാണ് ε0. നമ്മൾ എല്ലാ മെറ്റീരിയൽസിൻ്റെയും പെർമിറ്റിവിറ്റിയെ ഈ ε0നെ അപേക്ഷിച്ചിട്ടാണ് പറയുന്നത്. അപ്പം അങ്ങനെ നമ്മളൊരു പുതിയ ക്വാണ്ടിറ്റി നമ്മൾ ഡിഫൈൻ ചെയ്യും, റിലേറ്റീവ് പെർമിറ്റിവിറ്റി. ഈ റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ εr = ε/ε0 ആണ്. അതായത് നമ്മൾ ε0 എന്ന് പറയുന്നത് ഫ്രീ സ്പേസിലെ പെർമിറ്റിവിറ്റിയാണ്. അപ്പം അതിനോട് അപേക്ഷിച്ചിട്ടാണ് നമ്മൾ ബാക്കി എല്ലാ മെറ്റീരിയൽസിൻ്റെയും പെർമിറ്റിവിറ്റിനെ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പം അത് ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പാരാമീറ്ററാണ്, അതൊരു പുതിയ പാരാമീറ്ററാണ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും രണ്ട് പെർമിറ്റിവിറ്റീസ് ആണുള്ളത്. അതുകൊണ്ട് തന്നെ റിലേറ്റീവ് പെർമിറ്റിവിറ്റിയുടെ യൂണിറ്റ് ഒന്നും ഉണ്ടാവില്ല. റിലേറ്റീവ് പെർമിറ്റിവിറ്റിക്ക് യൂണിറ്റ് ഒന്നും ഉണ്ടാവില്ല, അതൊരു യൂണിറ്റ് ലെസ് ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ നേരത്തെ കണ്ട നമ്മൾ മെറ്റീരിയലിൻ്റെ വാക്യൂത്തിൻ്റെയും പേപ്പറിൻ്റെയും കോൺക്രീറ്റിൻ്റെയും റിലേറ്റീവ് പെർമിറ്റിവിറ്റീസ് ഈ കാണിക്കുന്ന പോലെയാണ്. ഇനി നമ്മളൊരു ചാർജ് എടുക്കുക Q1, അതിൻ്റെ ചാർജ് 1 കൂളംസ് ആണെന്ന് അസ്യൂം ചെയ്യാം. വേറൊരു ചാർജ് Q2, അതിൻ്റെയും ചാർജ് 1 കൂളംസ് ആണെന്ന് അസ്യൂം ചെയ്യാം. ഇത് തമ്മിലുള്ള ദൂരം R 1 മീറ്റർ ആണെന്ന് അസ്യൂം ചെയ്യാം. അപ്പോൾ നമുക്ക് ഇത് തമ്മിലുള്ള ഫോഴ്സ് എത്ര ആണെന്ന് നോക്കാം. അപ്പം നമുക്ക് ഈ ഒരു വിവരം കൂടെ അറിയണം, ഇത് ഏത് മെറ്റീരിയലാണ് ഇപ്പോൾ ഇരിക്കുന്നതെന്നും കൂടെ അറിയണം. ഇത് എയറിലാണോ ഫ്രീ സ്പേസിലാണോ എന്നൊക്കെ. നമുക്ക് തൽക്കാലം അസ്യൂം ചെയ്യാം ഇത് ഫ്രീ സ്പേസിലാണ് ഇരിക്കുന്നതെന്ന്.
അപ്പോൾ ഇതിൻ്റെ ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ F = 1/4πε Q1 × Q2 / R² എന്നാണ്. അപ്പോൾ ഇവിടെ എപ്സിലോൺ എന്ന് പറയുന്നത് ഫ്രീ സ്പേസ് ആയതുകൊണ്ട് ε0 എന്ന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ വാല്യൂസ് എല്ലാം ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഫോഴ്സ് ഇത് തമ്മിലുള്ള ഫോഴ്സ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം 1/4π × ε0യുടെ വാല്യൂ 8.85 × 10⁻12 ആണ് ഇൻറ്റു 1 × 1 / 1². അപ്പോൾ നമ്മൾ ഇവിടെ 1/4π ε0 എന്നുള്ള പോർഷൻ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 9 × 10⁻9 എന്ന ഒരു വാല്യൂ ആണ് കിട്ടുന്നത്. അപ്പോൾ 9 × 10⁻9 × 1 × 1/1² ചെയ്യുമ്പോഴത്തേക്കിന് നമുക്ക് 9 × 10⁻9 ന്യൂട്ടൺ എന്നാണ് നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടുന്നത്. അപ്പോൾ ഇതൊരു റിപ്പൾസീവ് ഫോഴ്സാണ്. ഇതൊരു പോസിറ്റീവ് ക്വാണ്ടിറ്റിയാണ്. ഇതൊരു റിപ്പൾസീവ് ഫോഴ്സാണ്. ഇതിനെ നമുക്ക് തൽക്കാലം F1 എന്ന് വിളിക്കാം. ഇനി നമുക്ക് മറ്റൊരു ഉദാഹരണം നോക്കാം. ഇപ്പം ഇതേ എക്സാമ്പിൾ തന്നെ, പക്ഷേ ഈ രണ്ട് ചാർജുകൾ തമ്മിലുള്ള ദൂരം 2 മീറ്ററായിട്ട് നമ്മൾ വർദ്ധിപ്പിക്കുകയാണ്. അതായത് 1 ൽ നിന്ന് 2 ആക്കുകയാണ്. അതായത് നമ്മൾ ഇരട്ടിയാക്കുകയാണ്, ട്വൈസ് ആക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കിന് നമുക്ക് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിന് ഉത്തരം കിട്ടുന്നത് 1/4 × 9 × 10⁻9 ന്യൂട്ടൺ എന്നാണ് കിട്ടുന്നത്. അതായത് ഇതൊരു റിപ്പൾസീവ് ഫോഴ്സാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് നേരത്തെ ഫോഴ്സിനേക്കാളും 4/1. നേരത്തെ ഫോഴ്സ് F1 ആയിരുന്നെങ്കിൽ അതിൻ്റെ 4/1 ഈ ഫോഴ്സ്. 1/4 × F1 ആണ്. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഡിസ്റ്റൻസ് 2 ടൈംസ് ആയിട്ട് കൂട്ടിയാൽ ഫോഴ്സ് 1/4 ടൈംസ് ആയിട്ട് കുറയ്ക്കും. അതായത് 4/1 കുറയ്ക്കും. അതുപോലെ ഡിസ്റ്റൻസ് 3 ടൈംസ് ആക്കി കൂട്ടിക്കഴിഞ്ഞാലോ 1/9 ടൈംസ് ആയിട്ട് കുറയും. ഇതാണ്. മറ്റൊരു ഉദാഹരണം നോക്കാം. ഇനി നമ്മൾ ചാർജുകൾ Q1 ഉം Q2 ഉം ഒരേപോലെ ഇരട്ടിപ്പിക്കുകയാണ്. രണ്ടിനെയും 2 കൂളംസ് ആക്കി. അങ്ങനെ വരുമ്പോഴും ന്യൂമറേറ്ററിൽ 2 × 2/1² അങ്ങനെ വരും. ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് 4 ഇരട്ടിയായി മാറും. അതായത് 2 × 2 എന്ന് പറഞ്ഞാൽ 4 ആണ്. അങ്ങനെ 4 ഇരട്ടിയായിട്ട് മാറും. പഴയ ഫോഴ്സിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ 4 × F1 എന്ന് വരും. ഇനിയും നമുക്ക് രണ്ട് വ്യത്യസ്ത ചാർജുകൾ Q1 ഉം Q2 നും കൊടുക്കാം. Q1 എന്ന് പറഞ്ഞാൽ 3 കൂളംസും Q2 എന്ന് പറഞ്ഞാൽ 2 കൂളംസുമായി. അതായത് നേരത്തെ 1 ഉം 1 ഉം ആയിരുന്നു. Q1നെ നമ്മൾ 3 ഇരട്ടിയാക്കി വർദ്ധിപ്പിച്ചു, Q2നെ 2 ഇരട്ടിയാക്കി വർദ്ധിപ്പിച്ചു. അപ്പം 3 × 2 6. അപ്പം നമ്മൾ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കിട്ടും 6 × F1 എന്ന് നമുക്ക് കിട്ടും. കാരണം ന്യൂമറേറ്ററിൽ 2 × 3 മൾട്ടിപ്ലൈ ചെയ്തു. അതായത് ഇതിൻ്റെയൊക്കെ കാരണം എന്ന് പറഞ്ഞാൽ ആ കൂളംസ് ലോ പറയുന്ന പോലെ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രോഡക്റ്റ് ഓഫ് ദ ചാർജസും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസുമാണ്. അതാണ് ഇതിൻ്റെയൊക്കെ കാരണം. ഇനി ഒരു ഉദാഹരണം കൂടെ ഒന്ന് നോക്കാം. Q1 -3 കൂളംസ് ആണ്, Q2 2 കൂളംസ് ആണ്. ഇങ്ങനെ വരുമ്പോഴത്തേക്കിന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു 1/4π × 8.85 × 10⁻12 -3 × 2 / 3² എന്ന് കിട്ടും. ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് -6 × 10⁻9 ന്യൂട്ടൺസ് എന്ന് കിട്ടും. അപ്പം ഈ ഫോഴ്സ് നെഗറ്റീവാണ്. അപ്പോൾ ഈ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അട്രാക്റ്റീവ് ഫോഴ്സാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം റിപ്പൾസീവ് ഫോഴ്സ് പോസിറ്റീവും അട്രാക്റ്റീവ് ഫോഴ്സ് നെഗറ്റീവുമാണ്. അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പറയാനുള്ളത്. ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൾട്ടിപ്പിൾ ചാർജസ് വരുമ്പോഴത്തേക്കിന് എങ്ങനെയാണ് നമുക്ക് ഫോഴ്സ് കണ്ടുപിടിക്കാം എന്നാണ്. എന്നിട്ട് നമ്മൾ ഫോഴ്സിന് ഒരു വെക്ടർ റെപ്രസെൻറ്റേഷനിലാണ് ഇനി എങ്ങനെ കാണിക്കാം എന്നതാണ് അടുത്ത വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.